നമസ്കാരം. T20 ലോകകപ്പ് അവസാനിച്ചതോടെ ക്രിക്കറ്റ് പ്രേമികളുടെ എല്ലാ കണ്ണുകളും IPLിലേക്കാണ്. ഈ മാസം 28-ന് തുടങ്ങുന്ന മറ്റൊരു T20 മാമാങ്കം 2 മാസത്തിലേറെയാണ് നീണ്ടു നിൽക്കാൻ പോകുന്നത്. രാജ്യത്ത് വിവിധ ഇടങ്ങളിലായി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് കണക്കാക്കിയാണ് ഈ തരത്തിലേക്കുള്ള ഒരു ക്രമീകരണം വരുന്നത്. ഇതിന്റെ തീയതികൾ പ്രഖ്യാപിക്കാത്തത് കാരണമാണ് IPLിന്റെയും ഷെഡ്യൂള് ഒരുമിച്ച് പുറത്തുവിടുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ച ശേഷം മാത്രമേ IPLിന്റെ രണ്ടാം ഘട്ട മത്സരങ്ങളെക്കുറിച്ചും തീരുമാനം ആവുകയുള്ളൂ. 28-ാം തീയതി രാത്രി 7:30-നാണ് ആദ്യ മത്സരം നടക്കുകയെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഈ സീസൺ സഞ്ജുവിനെ സംബന്ധിച്ച നിർണായകം കൂടിയാണ്. സഞ്ജുവിന് ഏകദിന ഫോർമാറ്റിൽ സജീവമാകാൻ ഈ IPL പ്രകടനവും വിലയിരുത്തും. സാധാരണ ഒരു ഇന്ത്യൻ താരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയല്ല സഞ്ജുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അവഗണനകൾക്ക് ശേഷം അത്രയും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടി വന്നു സഞ്ജുവിന് വിമർശകരുടെയും സെലക്ടർമാരുടെയും വായടപ്പിച്ച മത്സരത്തിലൊന്നിറങ്ങാൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പരീക്ഷയാണ് ഈ IPL എങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ച് അഗ്നി പരീക്ഷയാണ് ഇത്. ഈ IPLിലേക്ക് വരുമ്പോൾ അമിത സമ്മർദ്ദമില്ല എന്നത് സഞ്ജുവിന് ഒരു പക്ഷേ ഗുണം ചെയ്തേക്കാം. 2021 മുതൽ കഴിഞ്ഞ തവണ വരെ റോയൽസിന്റെ നായക സ്ഥാനത്തുണ്ടായിരുന്ന സഞ്ജു ഇത്തവണ വെറുമൊരു താരം മാത്രമാണ്. അതേസമയം CSK മാനേജ്മെന്റ് കരുതി വച്ചിരിക്കുന്ന നിധി കൂടിയാണ് സഞ്ജു സാംസൺ. ഇക്കഴിഞ്ഞ ലോകകപ്പോടെ ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ചിരിക്കുന്ന ഫ്രാഞ്ചൈസി കൂടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. സഞ്ജുവിന് ഒപ്പം ചേർത്ത തീരുമാനം ശരിയായിരുന്നു എന്നതിൽ അവർക്ക് അഭിമാനിക്കാം. ഒരുപാട് സമ്മർദ്ദമില്ലാതെ കളിക്കാനുള്ള അവസരമാണ് സഞ്ജുവിന് മുന്നിൽ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റർ എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഞ്ജുവിന് സാധിക്കും. ചെന്നൈയുടെ നായക സ്ഥാനത്ത് ഇപ്പോഴും ഋതുരാജ് ഗെയ്ക്വാദാണ് ഉള്ളത്. അദ്ദേഹത്തിന് കീഴിലായിരിക്കും സഞ്ജു കളിക്കാൻ ഇറങ്ങുക. സ്പെഷ്യലിസ്റ്റ് ബാറ്ററും ഓപ്പണറുമായിട്ടാകും മലയാളി താരമിറങ്ങുക. വിക്കറ്റിന് പിന്നിൽ ഇത്തവണയും മുൻ ഇതിഹാസ നായകൻ MS ധോണി എത്രത്തോളം സജീവമാകുമെന്നും കണ്ടറിയണം. നിലവിൽ വിക്കറ്റ് കീപ്പറായി ധോണി തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മാനേജ്മെന്റിന്റെ തീരുമാനം അന്തിമമായിരിക്കും. കാരണം 44 വയസ്സ് പിന്നിട്ട ധോണിക്ക് IPLിലെ എല്ലാ മത്സരങ്ങളും കളിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. പരിക്കാണ് മറ്റൊരു ഭീഷണിയായി ധോണിയെ തുടരുന്നത്. ചുരുക്കത്തിൽ MS ധോണിയാണോ സഞ്ജു സാംസണാണോ വിക്കറ്റ് കീപ്പറായി കളിക്കുക എന്ന കാര്യത്തിൽ മാത്രമേ ചെറിയൊരു ആശങ്കയുള്ളൂ. മാർച്ച് 28-ന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിന് മുൻപ് ഇക്കാര്യത്തിലൊരു തീരുമാനം ചെന്നൈ ഫ്രാഞ്ചൈസി ഒരുപക്ഷെ എടുത്തേക്കാം. പ്രായം പരിഗണിക്കുമ്പോൾ ചെന്നൈ ധോണിയെ ഇമ്പാക്ട് പ്ലെയറായി കളിപ്പിക്കാനാണ് സാധ്യത. ധോണിയുടെ പിൻഗാമിയായി സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിക്കറ്റ് കീപ്പർ റോളിൽ കളിക്കാൻ ഇറങ്ങിയാൽ അത് ചരിത്രമായി മാറുമെന്ന് ഉറപ്പാണ്. ആരാധകരെ സംബന്ധിച്ച് ധോണിയെ ഫീൽഡിൽ കാണാനുള്ള അവസരം കുറഞ്ഞു വരുന്നത് നിരാശയായി മാറും എന്നത് ഒരു ശരിയായ കാര്യമാണ്. കഴിഞ്ഞ 18 സീസണുകളിലായി മഞ്ഞ ജേഴ്സിയിൽ ചെന്നൈ ഫീൽഡിൽ നിർണായക സാന്നിധ്യമായിരുന്നു ധോണി. പകരക്കാരനായി വിക്കറ്റ് കാക്കാൻ സഞ്ജു സാംസൺ വരികയാണെങ്കിൽ അത് രാജാവ് സിംഹാസനം കൈമാറുന്നതിന് തുല്യമാകും. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സീസൺ അവസാനിക്കുന്നതോടെ ലോകകപ്പിനായുള്ള കൃത്യമായ രൂപരേഖ ടീം മാനേജ്മെന്റ് തയ്യാറാക്കുമെന്ന് ഗംഭീർ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോം കൺസിസ്റ്റന്റ് ആണെന്ന് തെളിയിക്കേണ്ട അവസരം കൂടിയാണ് സഞ്ജുവിന് മുന്നിൽ ഉള്ളത്. ലോകകപ്പിലെ അത്ഭുതം ആവർത്തിക്കാനായാൽ സ്വപ്നതുല്യമായ 2027 ഏകദിന ലോകകപ്പിന് സഞ്ജുവിന് ജേഴ്സി അണിയാം. ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നിവിടങ്ങളിലായി നടക്കാനിരിക്കുന്ന ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യക്ക് 25 മുതൽ 30 വരെ ഏകദിന മത്സരങ്ങളാണ് വരാനിരിക്കുന്നത്. ഇതിലെല്ലാം തന്നെ സഞ്ജുവിന് സീറ്റ് കിട്ടാൻ തന്നെയാണ് ചാൻസ്. T20 ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ സഞ്ജു സാംസണെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ശക്തമായ വാദം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇതെല്ലാം കണക്കുകൂട്ടിയാകും ഏകദിന ലോകകപ്പിനുള്ള ഒരുക്കങ്ങൾ ഗംഭീർ നടത്തുക. നിലവിൽ സഞ്ജുവിന് ഏകദിനത്തിൽ വെല്ലുവിളിയായിട്ടുള്ളത് KL രാഹുൽ മാത്രമാണ്. ഏകദിനത്തിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി സജീവമായി നിൽക്കുന്ന KL രാഹുലിന്റെ പ്രകടനം തൃപ്തികരമല്ല എങ്കിൽ ആ സ്ഥാനത്ത് വളരെ പെട്ടെന്ന് തന്നെ സഞ്ജു എത്തുകയും ചെയ്യും. നമുക്കറിയാം, ഈ T20 ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് സഞ്ജു സാംസൺ കീപ്പർ എന്ന നിലയിൽ കൂടി കാഴ്ചവെച്ചത്. ഇഷാൻ കിഷനേക്കാളും വളരെ മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു സഞ്ജു വിക്കറ്റിന് മുന്നിൽ കാട്ടിയത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പ്രഥമ പരിഗണന നൽകാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. KL രാഹുലിനെ സംബന്ധിച്ചും സമ്മർദ്ദം നിറഞ്ഞ നാളുകളാണ് വരാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ സഞ്ജു കൂടുതൽ ശക്തനായത് മറ്റുള്ളവരുടെ സ്ഥാനത്ത് ഇളക്കം സൃഷ്ടിച്ചുകൊണ്ടാണെന്ന് ചുരുക്കം.